അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഭാഗത്ത് സ്വഹാബാക്കൾ ടെന്റിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ടെന്റിൽ ഇരുന്നു കൊണ്ട് റബ്ബിനോട് കൈകൾ ഉയർത്തിയിട്ട് കരയുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ടെന്റിനിക്ക് കാവല് നിൽക്കുകയാണ്. ആ ദിവസം അങ്ങ് പൂർത്തിയായി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ യുദ്ധമാണ്. യുദ്ധത്തിനൊരു തത്വമുണ്ട്. ആ സമയത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ തത്വം എന്ന് പറയുന്നത് ദ്വന്ദ്വ യുദ്ധമായിരുന്നു. 3 പേരാണ് ആദ്യമായിട്ട് പോരാടുന്നത്. തുടക്കം അങ്ങനെയാ. ആദ്യം 3 പേര്, ഒരു ഭാഗത്ത് നിന്ന് ശത്രുപക്ഷത്ത് നിന്ന് 3 പേര് വരും, അതുപോലെ തന്നെ മറുഭാഗത്ത് നിന്ന് 3 പേര്. ഇങ്ങനെ 3 പേരായിരുന്നു പരസ്പരം ആദ്യ യുദ്ധത്തിന്റെ തുടക്കം. ഇവിടെ ഉത്ബത്തും ഷൈബത്തും മകൻ വലീദുമായിരുന്നു ശത്രുപക്ഷത്ത് നിന്ന് വന്നിട്ടുള്ളത്. എന്നിട്ട് അവര് സ്വഹാബത്തിനെ നോക്കിയിട്ട് വെല്ലുവിളിക്കുകയാണ്, ഞങ്ങളോട് കടപിടിക്കാൻ, ഞങ്ങളോട് പോരാടാൻ പറ്റിയ ഉശിരന്മാരാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്, എഴുന്നേറ്റ് വരണം. വെല്ലുവിളിയാണ്. ഇവിടെ ഇവരുടെ വെല്ലുവിളികൾ കേൾക്കുമ്പോൾ തന്നെ സ്വഹാബാക്കളിൽപ്പെട്ട അൻസ്വാറുകളിൽപ്പെട്ട മദീനക്കാരായ സ്വഹാബാക്കൾ എഴുന്നേറ്റുന്നു. ആ സമയത്ത് ഉത്ബ പറഞ്ഞു, വേണ്ട, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ പേടിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള മക്കക്കാരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ മക്കക്കാരെ നിങ്ങൾ ഭീരുക്കളാണോ? നിങ്ങൾ പേടിച്ചു ഒതുങ്ങിക്കൂടി നിൽക്കുകയാണോ? ഉത്ബയുടെ വെല്ലുവിളി അതൊരൽപ്പം കൂടിപ്പോയി. എന്നാൽ ഉത്ബയുടെ വെല്ലുവിളിക്ക് മറുപടിയായിക്കൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഉബൈദ റളിയല്ലാഹു അൻഹുവും പോർക്കളത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഇവരെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായ, ഞങ്ങൾക്ക് അനുയോജ്യരായ എതിരാളികൾ തന്നെയാണ് എന്ന് ഉത്ബ തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ അവിടെ യുദ്ധം തുടങ്ങുകയാണ്. ആ കാലത്തുള്ള യുദ്ധത്തിന്റെ പതിവനുസരിച്ചിട്ടുള്ള ദ്വന്ദ്വയുദ്ധം, 3 പേരുള്ള തുടക്കത്തിലുള്ള യുദ്ധം ദ്വന്ദ്വയുദ്ധമാണ്. 3 പേരുള്ള യുദ്ധം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശീർവാദത്തോടു കൂടി സ്വഹാബാക്കൾ പോർമുഖത്തേക്ക് ഇറങ്ങി. മറുഭാഗത്ത് ശത്രുഭാഗത്ത് ആർപ്പ് വിളിയും കൂക്കി വിളിയൊക്കെയാണ്. എന്നാൽ ഇവിടെ സ്വഹാബത്ത് തക്ബീറിന്റെ ധ്വനികൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ നന്മക്കും വിജയത്തിനും വേണ്ടി പ്രാർത്ഥനയിലാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബത്തിനെ നേരിടുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു വലീദിനെയാണ് നേരിടുന്നത്. ഉബൈദ റളിയല്ലാഹു അൻഹു ഷൈബയെയുമാണ്. പോരാട്ടം തുടങ്ങി. പൊടിപാറുന്ന പോരാട്ടം. ഹംസ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അലിയാര് തങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചു. ഉത്ബയെയും അതുപോലെ തന്നെ വലീദിനെയും ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും നിലംപരിശാക്കി വധിച്ചു കളഞ്ഞു. എന്നാൽ ഒരല്പസമയം വൈകിയപ്പോ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹുവിനിക്ക് വെട്ടേറ്റുപോയി, പരിക്കേറ്റു. ആ സമയത്ത് അലിയാര് തങ്ങളുടെ സഹായം, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹായം, അവിടെ അതാ ഷൈബത്തിനെയും വധിക്കപ്പെടുകയാണ്. ശത്രുപക്ഷത്തുള്ള 3 പേരെയും വധിക്കപ്പെട്ടത് കണ്ടതോടുകൂടി ശത്രുപക്ഷം ഒന്ന് പേടിച്ചുപോയി. അവരൊന്ന് പ്രയാസപ്പെട്ടു പോയി. അവരാകെ വെപ്രാളത്തിലാണ്, അവരാകെ പ്രയാസത്തിലാണ്, അവരാകെ വിഭ്രാന്തിയിലാണ്. പ്രിയപ്പെട്ടവരെ, ബദ്ർ യുദ്ധം അങ്ങ് കൊടുമ്പിരി കൊള്ളുകയാണ്.